അപ് ദ ക്രീക്ക്, ഓൺ ദ ബോൾ, ഷേക്ക് എ ലെഗ്. ഈ ഇഡിയംസ് കേട്ട് പരിചയമുണ്ടോ? ഹായ്, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് 15 ഇഡിയംസ് ആണ്. ഓൾറെഡി 2 സെഷൻ ഇഡിയംസിനെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സെഷനിൽ CGL 2023 ചോദിച്ച ഇഡിയംസ് ആണ് 15 ഇഡിയംസ്. പക്ഷേ അറിയാലോ, 15 ഇഡിയംസ് ആണ്, 15 ഇഡിയംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും 15ൽ കൂടുതൽ ഇഡിയംസ് ഈ ഒരു സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ഇഡിയം നോക്കാം. എന്താണ് ആദ്യത്തെ ഇഡിയം? ടു ഗോ ടു ദ ഡോഗ്സ്. ടു ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡോഗുമായിട്ട് സംബന്ധിച്ച് വരുന്ന ഇഡിയംസ് എല്ലാം സാധാരണ ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ടു വിൻ എ റേസ്, ടു ബിക്കം വേഴ്സ്, ടു സ്റ്റാൻഡ് ഓൺ ഗാഡ് ആൻഡ് ടു വിൻ സപ്പോർട്ട്. അപ്പോൾ ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? നമുക്ക് ഗെസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനിങ് ആണ്. സംതിങ് വെൻറ്റ് ടു ദ ഡോഗ്സ് എന്ന് പറയുന്നത് ടു ബിക്കം വേഴ്സ്, മോശ അവസ്ഥയിലേക്ക് പോവുക. അത് എങ്ങനെയാണ്? ക്വാളിറ്റിയിലോ ക്യാരക്ടറിലോ ഒക്കെ മോശ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ടു ഗോ ടു ദ ഡോഗ്സ് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ദ ബിസിനസ് വെൻറ്റ് ടു ദ ഡോഗ്സ്. സോ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ദ ബിസിനസ് വെൻറ്റ് ടു ദ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് മോശമായി എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം. എന്താ വരുന്നത്? ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. എന്താണ് ഈ ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. മീഡിയേറ്റ് എ ടാസ്ക്, അക്കംപ്ലിഷ് എ ടാസ്ക്, സ്റ്റാർട്ട് ഓവർ, ലീവ് എ വർക്ക് അൺഫിനിഷ്ഡ്. എന്തായിരിക്കും? ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ദാറ്റ് മീൻസ് നമ്മൾ ഗോയിങ് ബാക്ക് ആണ്, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഗോയിങ് ബാക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? സോ വെൻ യു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് യു സ്റ്റാർട്ട് ഓവർ. വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇതിനൊരു വേറൊരു വേർഷനും കൂടിയുണ്ട്, ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയാറുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തുവാണ്. കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ പോയ വഴി തെറ്റായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് ദൂരം പോയതിന് ശേഷമാണ്. ദെൻ യു ഹാവ് ടു ഗോ ബാക്ക്. സോ ദാറ്റ് ഈസ് ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്, അല്ലെങ്കിൽ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. ഐ ആം ഗോയിങ് ടു ബി ഇൻ ട്രബിൾ ഇഫ് ഐ ഡോണ്ട് സബ്മിറ്റ് മൈ ഹോംവർക്ക് ടു ദ ടീച്ചർ. ഐ എം ഗോയിങ് ടു ബി ഇൻ ട്രബിൾ. സോ ഈ ഒരു മീനിങ് വരുന്ന ഇഡിയം ഇതിനകത്ത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതാണ് ഇഡിയംസ് വരുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ്, ഓഫ് ബേസ്, ദ ലയൺസ് ഷെയർ, അപ്പ് ദ ക്രീക്ക്. സോ ഇൻ ട്രബിൾ, എന്തോ ഒരു ബാഡ് സിറ്റുവേഷനിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന മീനിങ് എന്ന് പറയുന്നത്, അങ്ങനെ വരുന്ന ഒരു ഇഡിയം എന്ന് പറയുന്നത് ഏതാണ്? അപ്പ് ദ ക്രീക്ക്. സോ വെൻ യു ആർ അപ്പ് ദ ക്രീക്ക് യു ആർ ഇൻ എ ബാഡ് സിറ്റുവേഷൻ. ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം വരുന്നത്? ക്രീക്ക് എന്ന് പറയുന്നത് ചെറിയ റിവറിൻ്റെ ചെറിയ റിവലറ്റ്സ്, അഥവാ റിവറിനേക്കാളും ചെറിയ ഒരു വാട്ടർ ഫ്ലോവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രീക്ക് എന്ന് പറയുന്നത്. സോ വെൻ യു ആർ അപ്പ് ഇൻ ദ ക്രീക്ക് യു ആർ ഇൻ എ ഡിഫിക്കൽട്ട് കണ്ടീഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിന് ഈ ഒരു ഇഡിയം തന്നെ വേറൊരു രീതിയിലും എഴുതാറുണ്ട്. അപ്പ് ദ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. അപ്പ് ദ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. എന്താണ് പാഡിൽ എന്ന് പറയുന്നത്? എന്താണ്? തുഴയുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ ആ തുഴയുന്നത് പോലും ഇല്ലാതെ യു ആർ അപ്പ് ദ ക്രീക്ക്. എങ്ങനെ തിരിച്ചു വരണമെന്ന് പോലും നമുക്കറിയില്ല. സോ ദാറ്റ് ഈസ് അപ്പ് ദ ക്രീക്ക് ഇൻ ട്രബിൾ, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇതിൻ്റെ വേറൊരു വേർഷനാണ് അപ്പ് ദ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. മീനിങ് എല്ലാം സെയിം ആണ്, ഇൻ ട്രബിൾ. ഇനി നമുക്ക് ആദ്യത്തെ ഇഡിയം നോക്കിയാലോ. എന്താണ് ആദ്യത്തെ ഇഡിയം പറഞ്ഞിരിക്കുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ്. ഇത് ഒരു സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്, ഡെവിൾസ് അഡ്വക്കേറ്റ്. എന്താണ് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? ഒരു ഡിസ്കഷനിലോ ഒരു ഡിബേറ്റിലോ എല്ലാവരും പറയുന്ന ആർഗ്യുമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരു ആർഗ്യുമെൻറ്റ് ഒരാൾ പ്ലേസ് ചെയ്യുവാണ്. എന്തിനാണ് ആർഗ്യുമെൻറ്റ് കൊണ്ടുവരുന്നത്? എല്ലാവരും മെജോറിറ്റി പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റാണ്, പക്ഷേ അതിന് പകരമായിട്ട് വേറൊരു ആർഗ്യുമെൻറ്റ് ഒരാൾ പറയുവാണ്. ആ ആർഗ്യുമെൻറ്റ് അങ്ങനെ ഒരു കേസിനെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. മെജോറിറ്റി പറയുന്നത് അംഗീകരിക്കാതെ വേറൊരു ആർഗ്യുമെൻറ്റ് പറയാം, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ്. അത് അയാൾക്ക് താല്പര്യമുള്ളതുകൊണ്ട്, ആ ആർഗ്യുമെൻറ്റ് അയാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും അല്ല. പക്ഷേ ഇയാൾ ഈ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ ഉണ്ടാവണം. അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവണം, അതിലെ ശരിയും തെറ്റും. ഇപ്പം മെജോറിറ്റി പറയുന്ന ആർഗ്യുമെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ഓഫ് ബേസ്. ഓഫ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റ്, സംതിങ് റോങ് എന്നുള്ളതാണ് ഓഫ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ട്രബിൾ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അതാണ്. ഇൻ ട്രബിൾ എന്ന് പറയുന്നത് അപ്പ് ദ ക്രീക്ക് ആണ്. ഓഫ് ബേസ് മീൻസ് യുവർ ഓഫ് ബേസ് മീൻസ് യുവർ റോങ്.
അത്രയേ ഉള്ളൂ. ഇൻ ട്രബിൾ എന്നല്ല, താങ്കൾ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. Now next one, the lion's share. ഇത് പിന്നെ ഈ ഇഡിയത്ത് തന്നെ ഇതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. വാട്ട് ഇസ് ദ ലയൺസ് ഷെയർ എന്ന് പറയുന്നത് മേജർ പാർട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പാർട്ട് ഓഫ് സംതിങ് എന്നുള്ളതാണ്. സോ ദ ലയൺസ് ഷെയർ ഓഫ് ദി റവന്യൂ വെൻ ടു ചാരിറ്റി എന്ന് പറയുമ്പോൾ റവന്യൂയുടെ ഒരു കൂടുതൽ പങ്കും ചാരിറ്റിക്ക് പോയി എന്നുള്ളതാണ്. സോ ലയൺസ് ഷെയർ ഇസ് മോസ്റ്റ് പാർട്ട്, ഏറ്റവും കൂടുതൽ ഭാഗം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലയൺസ് ഷെയർ നമുക്ക് മലയാളത്തിൽ പറയാവുന്നതാണ് സിംഹഭാഗം എന്നുള്ളത്. സോ സിംഹഭാഗം എന്ന് പറയുന്നത് തന്നെ സെയിം ആണ്, അതായത് മോസ്റ്റ് പാർട്ട് എന്നുള്ള അർത്ഥം. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം, ഓൺ ദ ബോൾ. ഓൺ ദ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ. ഡു എ ജോബ് ഇൻ എ സ്ലോ ആൻഡ് ഇൻകറക്റ്റ് മാനർ, ഡൂയിങ് എ ജോബ് ഇൻ എ ക്വിക്ക് ആൻഡ് കോമ്പീറ്റന്റ് മാനർ, പ്ലേയിങ് വിത്ത് എ ബോൾ, എക്സസൈസ് യൂസിങ് എ ബോൾ. എന്തായാലും ഓൺ ദ ബോൾ വരുമ്പം ബോളുമായിട്ടുള്ള ഒരു ഗെയിമോ അല്ലെങ്കിൽ എക്സസൈസോ ആവാനുള്ള സാധ്യത തീരെയില്ല. അങ്ങനെ ഇഡിയത്തിൻ്റെ മീനിങ് അങ്ങനെ വരാറേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിയും ഡിയും എന്തായാലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബോൾ എന്ന് പറയുന്നത് തന്നെ വളരെ സ്പീഡിൽ പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൂയിങ് എ ജോബ് ഇൻ എ സ്ലോ ആൻഡ് ഇൻകറക്റ്റ് മാനർ ആവാനുള്ള സാധ്യത ഇല്ല. നമുക്ക് എക്സാം സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിലാണ്. സപ്പോസ് നമുക്ക് ഇഡിയം അറിയില്ല എങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ലോജിക്കലി ഗസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇതാണ് മീനിങ്. അതായത് വെൻ സംതിങ് ഓർ സംബഡി ഈസ് ഓൺ ദ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡൂയിങ് ദ ജോബ് ഇൻ എ ക്വിക്ക് ആൻഡ് കോമ്പീറ്റന്റ് മാനർ. പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ട്, പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഓൺ ദ ബോൾ. ഇപ്പം ചില സ്ഥലത്തൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ക്രൈം നടക്കുന്നൊരു സിറ്റിയാണ്. ദ പോലീസ് ഈസ് ഓൾവേസ് ഓൺ ദ ബോൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ദേ ആർ വെരി ക്വിക്ക്, പെട്ടെന്ന് റെസ്പോൺസ് വരും, ഭയങ്കര കോമ്പീറ്റൻ്റ് ആണ് വർക്കിൽ. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ഇഡിയം? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ ഗിവൺ സിറ്റുവേഷൻ. സോ ദാറ്റ് മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഇതിൽ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇഡിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് ആ ഇഡിയം എങ്ങനെ ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ വായിക്കണം. ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് മൈ ന്യൂ അസൈൻമെൻറ്റ്. ഐ സെൻറ്റ് ദ ഇമെയിൽ വിത്തൗട്ട് ദ റിക്വയർഡ് അറ്റാച്ച്മെൻറ്റ്. വാട്ട് ഹാവ് ഐ ഡൺ? ഇത് നമുക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. പെട്ടെന്നൊരു സാധനം തരണം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൽ അയക്കും, പക്ഷേ മെയിലിൽ ആവശ്യമുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിന് നമ്മൾ ഏത് ഇഡിയമാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഓപ്ഷൻസ്? ഷൂക്ക് എ ലെഗ്, ആസ് സ്വിഫ്റ്റ് ആസ് എൻ ഈഗിൾ. സ്വിഫ്റ്റൊക്കെ തന്നെയായിരുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഇനി മൂന്നാമത്തെ എന്താണ്? ജംപ്ഡ് ദ ഗൺ. നാലാമത്തെ എന്താണ്? ടെസ്റ്റഡ് ദി വാട്ടേഴ്സ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ജംപ് ദ ഗൺ. ജംപ് ദ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കി കയറി വെടിവെക്കുക എന്ന് പറയാറില്ലേ, അതുതന്നെയാണ്. അതായത് സിറ്റുവേഷൻ്റെ ആ സമയത്ത് നമുക്ക് വെപ്രാളം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നോ അതിനെയാണ് നമ്മൾ പറയുന്നത് ജംപ് ദ ഗൺ. ദാറ്റ് മീൻസ് ആ വെപ്രാളത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ജംപ് ദ ഗൺ. ഈ ഒരു സിറ്റുവേഷൻ തന്നെ, ഈ സിറ്റുവേഷൻ ജംപ് ദ ഗണ്ണാണ്. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കിയാലോ. എന്താണ് ഈ ഷെയ്ക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയ്ക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ കമോൺ ഹറി അപ്പ് എന്ന് പറയുന്നതാണ്. ഒരാളോട് പെട്ടെന്ന് വരൂ, റെഡിയാകൂ, നമുക്ക് പെട്ടെന്ന് പോകാനുള്ളതാണ് എന്ന് പറയേണ്ടടുത്ത് നമുക്ക് എന്താ പറയാം? കമോൺ ഹറി അപ്പ് എന്ന് പറയുന്നതിന് പകരം കമോൺ ഷെയ്ക്ക് എ ലെഗ് എന്ന് പറയാം. ഓക്കെ, സോ ഹറി അപ്പ് എന്നുള്ള മീനിങ് ആണ് ഷെയ്ക്ക് എ ലെഗ് വരുന്നത്. നെക്സ്റ്റ് ഇസ് ആസ് സ്വിഫ്റ്റ് ആസ് എൻ ഈഗിൾ. അതിനകത്ത് ആ ഇഡിയത്തിൽ തന്നെ മീനിങ് ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പെട്ടെന്ന് ചെയ്യാത്തതല്ല പ്രശ്നം. ഇവിടെ എന്താണ്? പെട്ടെന്ന് ചെയ്തിട്ട് യു ജംപ്ഡ് ദി ഗൺ. ഓക്കെ, സോ ഇവിടെ ആൻസർ നമ്മളത് ഇതാണ്. ഇത് ഫാസ്റ്റ് എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. വാട്ട് യു മീൻ ബൈ ടെസ്റ്റ് ദ വാട്ടേഴ്സ്? ടെസ്റ്റ് ദ വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടായോ എന്നുള്ളത് കൈമുക്കി നോക്കിയിട്ട് നോക്കാറില്ലേ, വെള്ളം ചൂടായോ എന്നുള്ളത്. അതുതന്നെയാണ്. സോ യു ടെസ്റ്റ് ദ വാട്ടേഴ്സ് മീൻസ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യുവാണ് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഒരു വലിയൊരു പ്രോജക്റ്റാണ്, ആ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് സാമ്പിളിങ് ചെയ്യും. ഇത് വർക്കൗട്ട് ആവുമോ? അല്ലെങ്കിൽ ഇപ്പം ഇലക്ഷന് നിൽക്കണം, അപ്പോൾ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് ചുറ്റി ഒന്ന് കാണും, നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണോ, നമുക്ക് സപ്പോർട്ട് കിട്ടുമോ. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ടെസ്റ്റ് ദ വാട്ടേഴ്സ്. സോ ഒരു പ്രിലിമിനറി ഒരു ടെസ്റ്റ് നടത്തുക, അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ദ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഐഡിയമാണ് ടു ഫേസ് ദ മ്യൂസിക്. എന്താണ് ടു ഫേസ് ദ മ്യൂസിക്? ഓപ്ഷൻസ് നോക്കിയാലോ. ടു നോട്ട് നോയിങ് ദ റിയൽ കോഡ്സ് ഇൻ മ്യൂസിക്, barring the entire audience's view at a concert, being challenged to a music competition, to bear the negative consequences of wrongful actions. ഈ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. കാരണം ഓപ്ഷൻസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മ്യൂസിക്കുമായിട്ടൊരു ബന്ധവും ഇതിന് ഇല്ല. ദെൻ barring the entire audience's view at a concert അല്ല.
ബീങ് ചാലഞ്ച് ടു എ മ്യൂസിക് കോമ്പറ്റീഷൻ. ദ തിങ് ഇസ്, ഒരു ഇഡിയം ആ വേർഡിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ട് വലിയ ബന്ധമൊന്നും കാണില്ല. അത് മുഴുവനായിട്ട് നോക്കിയാൽ ഒരു അർത്ഥം വരും. ആ അർത്ഥമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഓൺ ദ ബോളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് എപ്പോഴും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻ ഏതാണ്? ടു ബെയർ ദ നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് റോങ്ഫുൾ ആക്ഷൻസ്. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിറ്റിസിസമോ അതിൻ്റെ പണിഷ്മെൻറ്റോ നമുക്ക് എന്തായാലും ബെയർ ചെയ്യേണ്ടി വരും. ആ കോൺസിക്വൻസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ടു ഫേസ് ദ മ്യൂസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മ്യൂസിക്കായിട്ട് നമ്മളൊന്നും തന്നെ കേൾക്കുന്നില്ല. ഇറ്റ് ഈസ് സം സ്ട്രോങ് ക്രിറ്റിസിസം അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ്. ഹോണറ്റ്സ് നെസ്റ്റ് സ്റ്റിറപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്പൂണിട്ട് കലക്കുന്നതിന് സ്റ്റിറപ്പ് എന്ന് പറയും. സ്റ്റിർ, അതായത് നമ്മളെ ഇളക്കുക എന്നുള്ളത്. ഹോണറ്റ് എന്ന് പറയുന്നത് കടന്നലാണ്. അപ്പോൾ ഒരു കടന്നൽ കൂട്ടിൽ നമ്മളൊന്ന് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ഒന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതാണ് അതിൻ്റെ ആ ഇഡിയമിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഓപ്ഷൻസ്: ടു പ്രൊവോക്ക് ട്രബിൾ, ടു റെസിസ്റ്റ് എ ഫൈറ്റ്, ക്രിയേറ്റ് ഡൗട്ട്സ്, സ്കെയർ ദ ബേർഡ്സ്. ഏതാണ് ഉത്തരം എന്ന് മനസ്സിലായല്ലോ? ടു പ്രൊവോക്ക് ട്രബിൾ. അതായത് കടന്നൽ കൂട്ടിൽ നമ്മൾ അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്നത് എന്താണ്? ട്രബിളാണ്. ടു സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ്ങും അത് തന്നെയാണ്, ടു പ്രൊവോക്ക് ട്രബിൾ. നെക്സ്റ്റ് ഇഡിയം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇഡിയമാണ്. ഏതാണ്? ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. നമുക്കറിയാലോ എന്താ ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെയിനിങ് വെരി ഹെവിലി. ആ ഓപ്ഷൻ ആദ്യത്തെ തന്നെയാണ് നമ്മുടെ ആൻസർ. ദെയർ ആർ ഷവേഴ്സ് ഒന്നുമല്ല, ചെറിയൊരു ഡ്രിസിലോ ചെറിയൊരു ഷവേഴ്സോ ഒന്നുമല്ല. ആൻഡ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് അപ്സെറ്റ് യു, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ഡ്രിസിലിംഗ്. സോ വെൻ ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ദാറ്റ് മീൻസ് വളരെ വലിയ മഴ തന്നെയാണ് എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ടേക്കിംഗ് എ ബുൾ ബൈ ദ ഹോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്കിംഗ് എ ബുൾ ബൈ ദ ഹോൺസ്. ഓപ്ഷൻസ്: വെയറിംഗ് എ സ്കൾ ക്യാപ്പ്, ടു ഡീകാപ്പിറ്റേറ്റ് എ ബുൾ ഫോർ ബീഫ്, then to make a stupid decision thinking it to be daring, and to deal with a difficult situation in a very direct or confident way. എന്താണ് to take a bull by the horns? ഒരു ബുള്ള് വരുമ്പം അതിൻ്റെ കൊമ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്താണ് പിന്നെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എൻകൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഏതായിരിക്കും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത്? വെയറിങ് എ സ്കൾ ക്യാപ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ബുള്ളിനെ എന്തിനാണ്? ബീഫിന് വേണ്ടിയിട്ട് ബുള്ളിനെ വെട്ടുക എന്നുള്ളതാണ്. So that is not the meaning at all. To make a stupid decision thinking it to be daring. ഇതല്ല, സ്റ്റുപ്പിഡ് ഡിസിഷൻ അല്ല. അതായത് ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. അതായത് ബുള്ള് വരുമ്പം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും അതേപോലെ തന്നെ വളരെ ഡയറക്റ്റ് വേയിലും ആ റിസ്കിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ വരും. പ്രത്യേകിച്ച് ഒരു ഒഴുക്കം മട്ടി പഠിച്ചതാണെങ്കിൽ സിയോ ഡിയോ ആണോ എന്നൊരു സംശയം വരും. അങ്ങനെയല്ല, ഇതിലൊരു സ്റ്റുപ്പിഡിറ്റി ഒന്നുമില്ല. ബുള്ള് വരുമ്പം ആ ബുള്ള് വരുന്നുണ്ട്, ആ ഒരു റിസ്കിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ടു ടേക്ക് ദ ബുൾ ബൈ ദി ഹോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ഇഡിയം? ദ പെസൻസ് വർക്ക്ഡ് ദ ഹോൾ ഡേ ഇൻ ദ ഫീൽഡ്സ് ആൻഡ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഇൻ ദ ഈവനിങ് ആൻഡ് വെൻറ്റ് ടു ദെയർ ഹോംസ്. അപ്പം സ്റ്റോപ്പ് വർക്കിംഗ് എന്ന് പറയുന്ന മീനിങ് വരുന്ന ഒരു ഇഡിയം നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓപ്ഷൻസ് നോക്കിയാൽ ഗിവ് ഇറ്റ് എ വേൾ ഓർ ഗേവ് ഇറ്റ് എ വേൾ, put eyes on it, ran around circles, called it a day. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇഡിയമാണ്. ബിക്കോസ് വെൻ യു സ്റ്റോപ്പ് സംതിങ് നമ്മൾ എന്താ പറയുന്നത്? ഇപ്പോൾ ക്ലാസ് തീർന്നാലും നമ്മൾ എന്താ പറയുന്നത്? ഓക്കെ, വി ഷാൽ വി കോൾ ഇറ്റ് എ ഡേ ഓർ വി ഷാൽ കോൾ ഇറ്റ് എ ഡേ എന്നാണ് പറയുന്നത്. സോ കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റോപ്പ് ദ വർക്ക്. ആ ദിവസത്തെ വർക്കോ അല്ലെങ്കിൽ ആ വർക്കോ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? കോൾ ഇറ്റ് എ ഡേ. സോ അതാണ് നമ്മുടെ മീനിങ്. പക്ഷേ എന്നാലും നമുക്ക് ബാക്കിയുള്ള 3 ഇഡിയത്തിൻ്റെ മീനിങ്ങും അറിഞ്ഞിരിക്കണം അല്ലേ? ഇനി ഒരു പക്ഷേ അടുത്ത വരുന്ന പിന്നെ എക്സാംസിലൊക്കെ ഇതാവാം നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഗിവ് ഇറ്റ് എ വേൾ? ഗിവ് ഇറ്റ് എ വേൾ എന്ന് പറയുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഐ ഡോണ്ട് നോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡാൻസ് അല്ലേ, ആ ഒരു ഡാൻസ് എനിക്കറിയില്ല, ബട്ട് ഐ ഗിവ് ഇറ്റ് എ വേൾ മീൻസ് ഐ ട്രൈ, ഞാനൊന്ന് നോക്കാം, അതാണ്. സോ ഗിവ് ഇറ്റ് എ വേൾ എന്ന് പറയുന്നത് ട്രൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. നോ പുട്ട് ഐസ് ഓൺ സംതിങ് ഓർ പുട്ട് ഐസ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ് അർത്ഥം. സോ ഇഫ് യു പുട്ട് ഐസ് ഓൺ സ്റ്റഡിയിങ് ഓർ സംതിങ്, അതിനർത്ഥം എന്താണ്? നിങ്ങളത് പോസ്റ്റ്പോൺ ചെയ്തു. ടു റൺ അറൗണ്ട് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവിടെയെങ്കിലും എത്തിച്ചേരുന്നുണ്ടോ? എവിടെ എത്തുന്നില്ല, നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ വിതൗട്ട് അച്ചീവിങ് എനിത്തിങ്, ഒന്നും അച്ചീവ് ചെയ്യാതെ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതിനെയാണ് നോട്ട് അച്ചീവിങ് എനിത്തിങ്, യു ഗോയിങ് അറൗണ്ട്
ലൂപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ലൂപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു കേസാണ് നമ്മൾ എന്താ പറയുന്നത്, റൺ അറൗണ്ട് സർക്കിൾസ്. സോ ദ ഡിസ്കഷൻ കെപ്റ്റ് റണ്ണിങ് അറൗണ്ട് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്കഷനിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം എത്തിയിട്ടില്ല, ഡിസ്കഷൻ പൊക്കോണ്ടേയിരുന്നു. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ഇഡിയം? അണ്ടർ ദി ക്ലൗഡ്. അപ്പം ഈ അണ്ടർ ദി ക്ലൗഡിൻ്റെ എക്സാക്റ്റ് മീനിങ് വരുന്ന സെൻറ്റൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരുപാട് സമയമെടുക്കും. ഇത് മുഴുവൻ സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കണം, പിന്നെ മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ദി ക്ലാസ്മേറ്റ്സ് വെർ ഡാൻസിങ് ടുഗെദർ അണ്ടർ ദി റെയിൻ. The driver was under suspicion after the police found blood on his car. The Red Fort looks beautiful amidst the cloudy weather and cold atmosphere. It was the best place to sit under the sky with hands full of food. ശരിക്കും അണ്ടർ ദി ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സസ്പീഷൻ എന്നാണ്. എന്തോ സംശയം, എന്തോ അയാളെക്കുറിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ് അണ്ടർ ദി ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ ഡ്രൈവർ വാസ് അണ്ടർ ദി ക്ലൗഡ്. അണ്ടർ സസ്പീഷന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഡ്രൈവർ വാസ് അണ്ടർ ദി ക്ലൗഡ് ആഫ്റ്റർ ദ പോലീസ് ഫൗണ്ട് ബ്ലഡ് ഓൺ ഹിസ് കാർ. നെക്സ്റ്റ് ഇഡിയം നമുക്ക് നോക്കിയാലോ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ? എന്താ അത്? വളരെ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു ഇഡിയാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാൽ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. ഓപ്ഷൻസ് നോക്കിയാലോ. വെരി ഏൻഷ്യൻറ്റ്, വെരി കളർഫുൾ, വെരി റെയർ ആൻഡ് വെരി ഹൈ. എന്താ അത്? വെരി റെയർ. അപ്പോൾ ആരെങ്കിലും, നമ്മൾ മാവേലി എന്നൊക്കെ പറയാറില്ല ചില ആൾക്കാരെ, വല്ലപ്പോഴും മാത്രം വരുമ്പോൾ നമ്മൾ പറയേണ്ട ഓ മാവേലി വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ആ സമയത്ത് നമുക്ക് പറയാവുന്നതാണ് ഹി കംസ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. വെരി റെയർ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് എ പെർഫെക്റ്റ് സ്റ്റോം. എന്താണ് ഈ പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കിയാൽ പ്രെറ്റി ഗുഡ് ജഡ്ജ്മെൻറ്റ്, ഹീലിംഗ് ഫ്രം ട്രോമ, ദ വേർസ്റ്റ് പോസിബിൾ സിറ്റുവേഷൻ, അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ ഒക്കേഷൻസ്. സോ പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ദ വേർസ്റ്റ് പോസിബിൾ സിറ്റുവേഷൻ. സോ വെൻ യു ഹാവ് ഗോട്ട് എ പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാഡ് സിറ്റുവേഷൻസും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഒന്ന്, അതിൻ്റെ കൂടെ വേറെ ഒന്ന്, പിന്നെ വേറെ ഒന്ന്. സോ ദാറ്റ് മീൻസ് പെർഫെക്റ്റ് സ്റ്റോം. സോ പെർഫെക്റ്റ് സ്റ്റോം കൊണ്ട് ഒരു പോസിറ്റീവ് മീനിങ് ഒന്നും വരുന്നില്ല, നെഗറ്റീവ് മീനിങ് ആണ്. ഓൾ ദി വേർസ്റ്റ് സിനാരിയോസ് ടുഗെദർ. അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. എന്താണത്? ബാഡ് ബ്ലഡ്. ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഈ ഓപ്ഷൻസിൽ നിന്നും ഇതേ മീനിങ് മാച്ച് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കണം, ആ അർത്ഥം വരുന്ന ഒരു സെൻറ്റൻസ് എടുക്കണം. സോ ദാറ്റ് മീൻസ് സെൻറ്റൻസ് മുഴുവൻ വായിച്ച് നോക്കണം. ആൻഡ് വെരി ലെങ്തി ഓൾസോ. സെൻറ്റൻസസ് എല്ലാം വളരെ നീളം കൂടുതലാണ്. നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഷീ സോ സ്കേർഡ് ഓഫ് കോക്രോച്ചസ് ദാറ്റ് ഷീ ഫെയിൻറ്റഡ് വെൻ ഷീ സോ ദം ക്രോളിംഗ് നിയർ ഹർ ഫുഡ്. അതാണോ ബാഡ് ബ്ലഡ് എന്നാണ് ചോദ്യം, അല്ലേ? നെക്സ്റ്റ് വൺ, ദ ഡോക്ടർ ഡ്രോപ്ഡ് ദ ബാഡ് ന്യൂസ് ടു രവി ആസ് ഹി വാസ് സഫറിംഗ് ഫ്രം എ സീരിയസ് ഡിസീസ്. The gangster had some bitter relations with a local activist, so he warned him to stay out of his business. Sushant always gets in trouble for telling lies, but he never learns anything. ശരിക്കും ഈ ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമിറ്റിയാണ്. എനിമിറ്റി ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ അവിടെ ഒരു എന്താണ്, ദുഷ്മനി വേണം, എനിമിറ്റി വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ബാഡ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ എന്താണ്? ഗാങ്സ്റ്ററും ലോക്കൽ ആക്ടിവിസ്റ്റും തമ്മിൽ എന്താണ്, ബാഡ് ബ്ലഡ് ഉണ്ട്, അവർ തമ്മിൽ എനിമിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ബാഡ് ബ്ലഡ്. എനിമിറ്റി ബിറ്റ്വീൻ ടു ഫാമിലീസ് ആകാം, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത രണ്ടാൾക്കാരെ തമ്മിലും ആകാം. അതിനെ നമ്മൾ ബാഡ് ബ്ലഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ഇഡിയം നോക്കാം. എന്താണ് ലാസ്റ്റ് ഇഡിയം വരുന്നത്? യുവർ കരിയർ ഈസ് നൗ കംപ്ലീറ്റ്ലി ഒബ്സലീറ്റ്. ഒബ്സലീറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സംതിങ് ഒബ്സലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസ്ലെസ്, ഉപയോഗശൂന്യമായത്. അതിനെയാണ് നമ്മൾ ഒബ്സലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ, മൂവിങ് ലൈക്ക് എ വേം, ആസ് ഡെഡ് ആസ് എ ഡോർനെയിൽ, ഡെഡ് ഈവൻ ഹാങ്ങിങ് ബൈ എ ത്രെഡ്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ആസ് ഡെഡ് ആസ് എ ഡോർനെയിൽ, ഇല്ലേ? ഡോർനെയിൽ പോലെ ഡെഡാണ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. സോ ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി യൂസ്ലെസ്. ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ആസ് ഡെഡ് ആസ് എ ഡോർനെയിൽ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ, മൂവിങ് ലൈക്ക് എ വേം എന്ന് പറയുന്നത് ഒരു ഇഡിയമൊന്നുമല്ല. ജസ്റ്റ് മൂവിങ് ലൈക്ക് എ വേം മീൻസ് ദാറ്റ് മീൻസ് വെരി സ്ലോ എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. അതൊരു ഇഡിയമായിട്ട് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെഡ് ഈവൻ. ഡെഡ് ഈവൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനിൽ രണ്ടുപേരും ഒരേ സ്പീഡിൽ
മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഡെഡ് ഈവൻ ആണെന്നുള്ളതാണ്. കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ് തീരുമാനിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരേ സ്പീഡിൽ ഒരേ പേസിൽ പോവുകയാണെങ്കിൽ അത് ഡെഡ് ഈവൻ എന്ന് നമ്മൾ പറയും. അത് കോമ്പറ്റീഷൻ്റെ കേസിൽ വരുന്നതാണ് ഡെഡ് ഈവൻ. ആൻഡ് വാട്ട് ഈസ് ഹാങ്ങിങ് ബൈ എ ത്രെഡ്? ഹാങ്ങിങ് ബൈ എ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താഴോട്ട് പോകാം എന്നുള്ളൊരവസ്ഥയിലാണ് ഹാങ്ങിങ് ബൈ എ ത്രെഡ്. സോ ദാറ്റ് മീൻസ് ഇൻ എ ഡേഞ്ചറസ് ഓർ എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ് ഹാങ്ങിങ് ബൈ എ ത്രെഡ്. ദ പേഷ്യൻസ് ലൈഫ് ഈസ് ഇൻ എ ദ പേഷ്യൻസ് ലൈഫ് ഈസ് ഹാങ്ങിങ് ബൈ എ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. സോ ദാറ്റ് ഈസ് ഇൻ എ ഡിഫിക്കൾട്ട് or a troublesome difficult situation or a dangerous situation. അതാണ് ഹാങ്ങിങ് ബൈ എ ത്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ കണ്ടിരിക്കുന്നത് 15 ഇഡിയംസ് ആണ്. ഈ 15 ഇഡിയംസിൻ്റെ പ്രത്യേകത പലതും പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു വേർഡിൻ്റെ ഒരു ഇഡിയം തന്നിട്ട് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാനാണെങ്കിൽ, മറ്റേതാണെങ്കിൽ ഒരു ഇഡിയം തന്നിട്ട് അത് തന്നിരിക്കുന്ന സിറ്റുവേഷൻ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത എക്സാമിന് പോകുന്നതിന് മുമ്പ്, ഇംഗ്ലീഷ് ഉള്ള വൊക്കാബുലറി ഉള്ള ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ടും ഇത് നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് മാത്രമേ പോകാവൂ. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്